ഹലോ, ഇന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോവുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ഭൂഗർഭ അടിപ്പാത വന്നെന്നൊക്കെ പറയുന്നതല്ല, ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് അടിപ്പാതയിൽ കൂടെ കാണാൻ. ഇങ്ങനെ പോയി ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാൻ ഇറങ്ങി. ഇതാണ് നമ്മുടെ ഭൂഗർഭ അടിപ്പാത. ഈ വഴിക്ക് ഇത് എല്ലാവർക്കും ഒന്നും അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കോട്ടയം ആണെങ്കിലും ആദ്യമായിട്ടാണ് ഇതിൽ കൂടെ പോകുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി വന്ന് വീണ്ടും അതുപോലെ മുകളിലോട്ട് വന്ന് സ്റ്റെപ്പ് കയറുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിനകത്തേക്കുള്ള വഴിയാണ്. അപ്പം ക്രോസ് ചെയ്തൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ ആക്കി ബസ് നോക്കി നിന്ന് അങ്ങനെയൊന്നും വേണ്ട. നല്ല സേഫാണ്. മഴയൊന്നും വന്നാലും നനയാതെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിനകത്തേക്ക് കയറാനായിട്ടുള്ള വഴിയാണ്. ഒരു കുഴപ്പവുമില്ല. നല്ല നീറ്റ് ആൻഡ് ടൈഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അതിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നടന്ന് വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ദാഹിക്കുകയൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കാൻ അതിനുള്ള സൗകര്യം എല്ലാം. മഴ പെയ്തു നനഞ്ഞ് ബസ് സ്റ്റോപ്പിൽ പോകണം അങ്ങനെയൊന്നുമുള്ള ഒരു ബുദ്ധിമുട്ടില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. അവിടുന്ന് നമ്മൾ നേരെ മെഡിക്കൽ കോളേജിനകത്തേക്ക് കിടക്കുവാണ്. ബസ് വരുന്നതോ ആംബുലൻസ് വരുന്നതോ ഒരു ശല്യവും ഇല്ല. ഇതിൻ്റെ അകത്തൂടെ കയറി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ അകത്തേക്ക് കയറി വരാം. ഇതാണ്. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ നേരത്തെ ഒത്തിരി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴങ്ങനെയൊന്നും മെഡിക്കൽ കോളേജിലോട്ട് കുറേ ആയി പോയിട്ട് കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് ഇന്ന് പോകുന്നത്. ചേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ICUവിൽ കിടക്കുമായിരുന്നു. അപ്പം കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ആദ്യമായിട്ട് ഈ പുതിയ കെട്ടിടമൊക്കെ പണിതിട്ട് മെഡിക്കൽ കോളേജ് ഒരുപാട് പണിതുകൊണ്ടിരിക്കുകയാണ്. കുറേ ഓരോ വിഭാഗങ്ങളായിട്ട്. അപ്പോൾ ആദ്യം നേരത്തെയൊക്കെ ചെന്നതുപോലെ അല്ല ഇപ്പം. നേരത്തെ ഒന്നും അറിയത്തില്ല മെഡിക്കൽ കോളേജിൽ. ഇപ്പം അത്രയും പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ഓരോ വിഭാഗത്തിനും ഓരോ സെക്ഷനാണ്. ഇപ്പം നേരത്തെ പഴയ അത്യാഹിതം വിഭാഗം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലവും അങ്ങനെ ഓരോ സ്ഥലങ്ങളും മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കെട്ടിടങ്ങൾ ഒരുപാട്. നേരത്തെ എല്ലാ സാധനങ്ങളും മെഡിക്കൽ കോളേജിൻ്റെ ഒരൊറ്റ കെട്ടിടത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. മെഡിക്കൽ കോളേജിൻ്റെ അങ്ങേ അറ്റത്ത് ഗൈനക്കോളജി വിഭാഗം, അതിൻ്റെ ഇപ്പുറത്തോട്ട് മാറി കാർഡിയോളജി, ഇങ്ങനെ ഓരോ കെട്ടിടങ്ങളായിട്ട് ഓരോ വിഭാഗങ്ങളായിട്ട് മാറി. ഇതാണ് പുതിയ കെട്ടിടം പറയുന്നത്. ഇവിടെയാണ് ഇപ്പം കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ നേരത്തെ അപ്പുറത്തെ വശത്തായിരുന്നു. ഇപ്പം പുതിയ കെട്ടിടത്തിനാണ് അത്യാഹിത വിഭാഗം. ഞാനങ്ങനെ നടന്ന് അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിൽ വന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം മക്കളെ. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. എവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പം അവിടെ ചേച്ചിയുടെ കൊച്ചുണ്ടായിരുന്നു. അവൻ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ അല്ല ടിക്കറ്റ് എടുക്കുന്നത്. എന്നിട്ട് ഞങ്ങളവിടെ ചോദിച്ചപ്പം പറഞ്ഞു OP ടിക്കറ്റ് താഴത്തെ കെട്ടിടത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ മേളിൽ വന്നിട്ട് വീണ്ടും താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട്. ദൈവമേ, ഇതാണ് പഴയ കാഷ്വാലിറ്റി. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ആൾ മുഴുവൻ കൂടി നിൽക്കുന്നത്. OP ടിക്കറ്റ് എടുക്കാനായിട്ട് ചെറിയ ആളെന്ന് ഓർത്ത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ വൻ തിരക്കായിരുന്നു കേട്ടോ. 2 മണിക്ക് ഇപ്പം പുതിയൊരു നിയമം അനുസരിച്ച് 2 മണിക്ക് 10 രൂപ പാസ് എടുത്താൽ നമുക്ക് മെഡിക്കൽ കോളേജിനകത്ത് കയറാം. ഞാൻ അങ്ങനെ ആ ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ പോയി അങ്ങനെ അങ്ങ് നിന്നു. നേരത്തെ 4 മണിക്ക് ഫ്രീ ആയിട്ട് കയറ്റി വിടുമായിരുന്നു, 4 തൊട്ട് 6 വരെ. ഇപ്പം 2 മണിക്ക് ഒരു 10 രൂപ പാസ് ഉണ്ടേ. ആ 10 രൂപ പാസ് എടുത്താൽ നമുക്ക് രോഗിയുടെ അടുത്തിയല്ല. പക്ഷേ ഈ ക്യൂ കണ്ടിട്ട് 1/4 മണിക്കൂറായാലും ഞാൻ ചെല്ലുമെന്ന് എനിക്ക് വലിയ തോന്നലൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ക്യൂ തള്ളി നിൽക്കും. അങ്ങനെ എനിക്കും കിട്ടി മക്കളെ ആ 10 രൂപ പാസ്. അതും മേടിച്ച് ഞാൻ അങ്ങനെ രോഗിയുടെ അടുത്ത് ചെന്നു. രോഗിയെയും കണ്ടു. കുറേ നേരം അവിടെ ഇരുന്നു, സംസാരിച്ചു, തിരിച്ചിറങ്ങി. ഞാനപ്പം പോവാ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.